പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി പവർ പഞ്ചായത്ത് പോകുന്നത് കണ്ണൂരിലെ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പരിശോധിച്ചു. ഇനി കാസർഗോട്ടേക്കാണ്. കാസർഗോട്ടെ ഡേറ്റകളിലേക്കും മറ്റ് പൊളിറ്റിക്സിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ കാസർഗോട്ടെ പേരുകളൊക്കെ വളരെ രസകരമാണ്. അവിടുത്തെ പേരുകളും ഓരോ സ്ഥലങ്ങളും ഒക്കെ. ഇപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെയൊക്കെ പേര് പറയാം. എൻ മകജെ, കുമ്പടാജെ, മീൻച, മൊഗ്രാൽ പുത്തൂർ, പൈവളികെ, വോർക്കാടി, ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാസർഗോഡിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് അവരുടെ പേരുകളൊക്കെ ഇപ്പം ഈ കർണാടക കണക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് പേരുകളൊക്കെ ഒരു പ്രത്യേക രസമുള്ള പേരുകളൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അവിടുത്തെ പൊളിറ്റിക്സ്. നമുക്ക് നോക്കാം കാസർഗോട്ടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി. ഇതേ മാപ്പ് വന്ന് പോയായിരുന്നു. നമുക്ക് കാസർഗോട്ടെ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം 3 മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ഒരു ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ 6 എണ്ണം, പഞ്ചായത്തുകൾ 38 എണ്ണം. ഇങ്ങനെയാണ് കാസർഗോഡിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും 38 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് ചുരുക്കത്തിൽ നമുക്ക് ആദ്യം തന്നെ പറയാം. നമുക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യം പോകാം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ 17 ഡിവിഷനുകളാണുള്ളത്. ഈ 17 ഡിവിഷനുകളിൽ 8 LDF, 8 LDFന്, 7 UDFന്, ഒപ്പം BJP 2 ഇതാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തെ 17 ഡിവിഷനുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്ന് നമുക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകാം. മുനിസിപ്പാലിറ്റികളിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് UDF ആണ്. അതേപോലെ കാഞ്ഞങ്ങാട്ടെ ഭരണം LDFനാണ്. നീലേശ്വരത്തേക്ക് വന്നാൽ നീലേശ്വരത്ത് LDF തന്നെയാണ്. അതായത് 2-1 അങ്ങനെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ കണക്ക്. മുനിസിപ്പാലിറ്റികളിലെ നിലവിലെ ഭരണം അതേപോലെ കക്ഷി നിലയും ഒക്കെ വളരെ വിശദമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കാസർഗോട്ടേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. കക്ഷി നിലയും അതേപോലെ തന്നെ ഭരണവും അങ്ങനെ നമുക്ക് വിശകലനം ചെയ്ത് തന്നെ നോക്കാം. ഇതിൽ കാസർഗോട്ടേക്ക് വരുമ്പോൾ അവിടുത്തെ കക്ഷി നില 38 എണ്ണത്തിൽ 21 UDF, LDFന് 1, BJP 14, സ്വതന്ത്രർ 2 പേർ. അങ്ങനെയാണ് അവിടെ ഭരണം, കാസർഗോട്ടെ ഭരണം UDFനാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാസർഗോഡ് കഴിഞ്ഞതിന് ശേഷം ഇനി പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്ക് പോകുമ്പോൾ കാഞ്ഞങ്ങാട്ടെ കാര്യം, കാഞ്ഞങ്ങാട്ട് 43 ഡിവിഷനുകൾ കാഞ്ഞങ്ങാട്ടുണ്ട്. ഇതിൽ LDF 21 LDFന്റെ കക്ഷി നില. UDFിലേക്ക് വരുമ്പോൾ 13, BJP 6, സ്വതന്ത്രർ 1. അങ്ങനെയാണ് അവിടുത്തെ ഭരണം ഇടത് മുന്നണിക്കാണ്, LDFനാണ്. കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നീലേശ്വരമാണ്. നീലേശ്വരത്ത് 32 LDF 21, UDF 9, സ്വതന്ത്രർ 1, SDPI ഉണ്ട്. അവിടെ SDPI ഒരിടത്ത് SDPIയുടെ സാന്നിധ്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഭരണം LDFന് തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 2-1 എന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റിയിലെ കാര്യങ്ങൾ. അപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇക്കുറി എങ്ങനെയാകും കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചിന്തിക്കുക എന്നൊരു കാര്യം, ഈ 2-1 എന്നുള്ളത് മാറുമോ ഇല്ലയോ? കാരണം പ്രാദേശിക പ്രശ്നങ്ങളടക്കം, മാത്രമല്ല മുനിസിപ്പാലിറ്റികളുമായി കേന്ദ്രീകൃതമായി മുനിസിപ്പാലിറ്റികൾ പലയിടങ്ങളിലും ഭരണ പോരായ്മയും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്, പല നിർമ്മിതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇക്കുറി എങ്ങനെയാകും ചർച്ചയാകുക, എങ്ങനെയാകും ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമ്മളിനി കാത്തിരിക്കണം. കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അതിന് വിശകലനമായ നമ്മുടെ റിപ്പോർട്ടറിലേക്കൊക്കെ പോകാം. നമുക്കിനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂടി കിടക്കാം. അപ്പോൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിടത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയാൽ ആകെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ഈ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 എണ്ണം LDFും 2 എണ്ണം UDFുമാണ് ഭരിക്കുന്നത്. ഈ 4 ഇടം നോക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാടും കാറടുക്ക, നീലേശ്വരം, ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകതരം പേരുകളൊക്കെയാണ് കാസർഗോഡുള്ള. കാറടുക്കയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ സ്ഥലം എന്ന് വെച്ചാൽ ഒരു പേരല്ല കാറടുക്കയൊക്കെ. ഇപ്പോൾ കാഞ്ഞങ്ങാട്, കാറടുക്ക, നീലേശ്വരം, പരപ്പ 4 LDFന് ഭരണം. UDFനെ നോക്കുകയാണെങ്കിൽ കാസർഗോഡും അതേപോലെ തന്നെ മഞ്ചേശ്വരവുമാണ് UDFനുള്ളത്. ഇതിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ SDPയുടെ പിന്തുണയോടെ UDF ആണ് ഭരിക്കുന്നത്. അവിടെ ഈ UDF ആണെങ്കിൽ അവിടെ SDPയുടെ ഒരു പിന്തുണ കൂടിയുണ്ട്. കാസർഗോഡ് ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് ബ്ലോക്കിൽ ഇടതുപക്ഷം ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. കാരണം കാസർഗോഡ് BJP ആണ് അവിടുത്തെ പ്രതിപക്ഷം. UDF ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന BJP ആണ്. അവിടെ ഇടതു മുന്നണിയുടെ ഒരു സാന്നിധ്യം പോലും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട 2 എണ്ണം. ഈ UDF ഭരിക്കുന്ന 2 ഇടത്തുമാണ് അവിടെ ഒരു കുറച്ച് നമുക്ക് ഒരു സസ്പെൻസ് ഒക്കെ നിലനിൽക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ ഇത്തവണ എങ്ങനെയായിരിക്കും എന്ന കാര്യമൊക്കെയാണ്. ഇവിടെ ഈ
പ്രതിപക്ഷത്തുള്ള BJP ഭരണപക്ഷത്തേക്ക് വരുമോ, അവിടെ ചിത്രത്തിലേക്ക് ഇടതുമുന്നണി വരുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേപോലെ തന്നെ മഞ്ചേശ്വരത്തെ കാര്യവുമൊക്കെ കാത്തിരുന്ന് അറിയേണ്ടതൊന്നാണ്. അപ്പോൾ അതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യം നമ്മുടെ കാസർകോട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനി പഞ്ചായത്തുകളിലേക്ക് പോകാം. പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ ആകെ 38 പഞ്ചായത്തുകളാണ് ഉള്ളത്. ഈ 38 പഞ്ചായത്തുകളിൽ 19 LDF-ഉം 16 UDF-ഉം അതേപോലെ തന്നെ 3 BJP-യുമാണ്. ഇങ്ങനെയാണ്. ഇതിൽ 38-ൽ 11 പഞ്ചായത്തുകളിൽ BJP-ക്കാണ് വളക്കൂറുള്ളത്. അപ്പോൾ ഇതാണ് ഈ കാസർഗോഡെ സംബന്ധിച്ച് BJP-ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. പലയിടങ്ങളിൽ നമുക്ക് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വലിയ വളക്കൂറുണ്ട്. അപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ ആകും കാര്യങ്ങൾ? ഇപ്പോൾ നിലവിൽ 3 BJP ഉണ്ട്. ഈ 3 എന്ന് പറയുന്നത് സീറ്റിൻ്റെ എണ്ണം കൂടുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എപ്പോഴും പറയുന്ന കാര്യവും അവർ നോക്കിയിരിക്കുന്ന കാര്യവും ഒക്കെ അത് തന്നെയാണ്. തദ്ദേശ ചിത്രത്തിലേക്ക് നമ്മൾ ഈ പഞ്ചായത്ത് കണക്കുകളിലേക്ക് വന്നാൽ തദ്ദേശ ചിത്രത്തിൽ 11 പഞ്ചായത്തുകളിലാണ് ഞാൻ പറഞ്ഞതുപോലെ BJP-ക്ക് വളക്കൂറുള്ളത്. ഇതിൽ വെള്ളൂർ, അതേപോലെ തന്നെ കാറടുക്ക, മധൂർ 3 BJP-യാണ് ഭരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 3 അത് വെള്ളൂറും കാറടുക്കയും മധൂറുമാണ്. ഇവിടെ 3 BJP ഭരിക്കുന്നത്. ഈ മഞ്ചേശ്വരത്ത് BJP പിന്തുണയുള്ള സ്വതന്ത്രനാണ് അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ബദിയടുക്ക പിടിച്ചത് BJP. ഇപ്പോൾ ഭരണം BJP ആണെങ്കിലും ഭരണം UDF-നാണ്. ബദിയടുക്കയിൽ 2024 BJP-യിൽ നിന്നും ഒരാൾ രാജിവെച്ച് കോൺഗ്രസിലോട്ട് പോയി. ഉപതെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം വന്നു. പിന്നീട് നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസിന് ബദിയടുക്കയിൽ ഭരണം ലഭിച്ചത്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത, ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ. ഇതേപോലെ ഏറെക്കുറെയൊക്കെ ഇതുപോലെയാണ് ബേഡടുക്കയുടെയും കാര്യം. ബേഡടുക്കയിലേക്ക് വന്നാണെങ്കിൽ ഈ ബേഡടുക്ക അറിയപ്പെടുന്നത് തന്നെ ചുവന്ന കോട്ടയെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ LDF ആണ് ഭരിക്കുന്നത്. എല്ലാ കാലത്തും ഇടതുപക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട് ബേഡടുക്കയിൽ. പക്ഷേ ആ ട്രെൻഡിന് 2015 ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നു. അന്ന് ഒരു സ്വതന്ത്രൻ ജയിച്ച് കയറിയിരുന്നു. അപ്പോൾ ഇപ്പോൾ 2026 വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം ബേഡടുക്കയിൽ ഒരു ആകാംക്ഷയാണ്. ഇനി മീഞ്ചയിലേക്ക് വന്നാൽ, മീഞ്ചയാണ് നമ്മളിനി അടുത്തതായി നോക്കുന്നൊരു സ്ഥലം. മീഞ്ചയിലേക്ക് വന്നാൽ നിലവിലെ ഭരണം അവിടെ ഇടതുമുന്നണിക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ടത് ഇടതും വലതും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് ഭരിക്കുന്ന സ്ഥലമാണ് മീഞ്ച. മീഞ്ചയിൽ UDF-ൻ്റെയും സ്വതന്ത്രരുടെയും പിന്തുണയിലാണ് നിലവിൽ ഇടതുഭരണം എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. കുമ്പടാജയിൽ വന്ന് നോക്കിയാൽ അവിടെ UDF ആണ് ഭരണം. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ CPI സ്വതന്ത്രനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF അവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഈസ്റ്റ് എലേരിയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന മറ്റൊരെണ്ണം. ഈസ്റ്റ് എലേരിയിൽ നിലവിലെ ഭരണം UDF-നാണ്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസും വിമതരും തമ്മിലാണ് മത്സരിച്ചത്. ആ മത്സരത്തിനൊടുവിൽ UDF-നാണ് ഭരണം കിട്ടിയത്. കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിച്ച 4 പേർ അയോഗ്യരാക്കപ്പെട്ടതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയേണ്ട മറ്റൊന്ന്, ഈ കാസർഗോഡ് പഞ്ചായത്തുകളിൽ ലീഗ് ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പലയിടങ്ങളിലും ലീഗിൻ്റെ ഒരു കരുത്ത്, അല്ലെങ്കിൽ ലീഗ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതനുസരിച്ചാകും പലയിടങ്ങളിലും കാര്യങ്ങളൊക്കെ മാറി മറിയുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ 4 സ്ഥലങ്ങൾ, ഈ 4 സ്ഥലങ്ങളിൽ ഇക്കുറി ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മീഞ്ചയിലൊക്കെ ആണെങ്കിൽ, മീഞ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഈ ഇടതുപക്ഷവും അതേപോലെ തന്നെ UDF-ഉം 2 പേരും ചേർന്ന് ഭരിക്കുന്ന സ്ഥലമൊക്കെയാണ്. UDF-ൻ്റെയും സ്വതന്ത്രരുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഇടതുഭരണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ അവിടെയൊക്കെ ഇത്തവണ എങ്ങനെയായിരിക്കും, ആളുകളൊക്കെ മാറി ചിന്തിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിനി കാത്തിന് തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സരീഷിനോടുണ്ട്, PK സരീഷിനോട് നമുക്കിപ്പോൾ സരീഷിനോട് ചോദിക്കാം എങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ കാസർകോട്ടേതെന്ന്. സരീഷെ, രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ആദ്യം പോകാം. 3 മുനിസിപ്പാലിറ്റികളിൽ 2 ഭരണം നിലവിൽ ഇടതുമുന്നണിക്കാണ്, 1 UDF ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാലും ഈ ചിത്രം മറ്റൊന്നല്ല. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഇടതു ഭരണത്തിലാണ്, 2 UDF-ഉം ഉണ്ട്. അപ്പോൾ ഇക്കുറി എന്താണ് സരീഷ് മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ? സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും പ്രതീക്ഷയർപ്പിക്കുന്നത് വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതിലാണ്. കാരണം വിവിധ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും 1 മുതൽ 4 വരെ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പോരാട്ടം കൂടുതൽ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് മുന്നണികളെല്ലാം കണക്ക് കൂട്ടുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഞ്ചായത്തുകളിൽ 6-7 വാർഡുകൾ തുല്യത പാലിക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. അതായത് 7 വാർഡുകളിൽ തുല്യത വരികയും പിന്നീട് നറുക്കെടുപ്പിലൂടെ വരികയും ഒക്കെ ചെയ്ത ചില പഞ്ചായത്തുകളുണ്ട്.
അതോടൊപ്പം തന്നെ ചില വാർഡുകൾ വിഭജിക്കുമ്പോൾ അത് ശക്തിദുർഗമായി ചില ലീഗിന് ഉൾപ്പെടെ CPM ഉൾപ്പെടെ മാറിയുള്ള ചില വാർഡുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വാർഡുകളിൽ ഈ എളുപ്പത്തിൽ ജയിച്ചു കയറുകയും പഞ്ചായത്ത് ഭരണം നിലവിലെ ഒരു മാറ്റം ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാം എന്നുള്ള ചിന്ത മൂന്ന് മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലയിൽ പല പഞ്ചായത്തുകളിലും BJP ഒരു ശക്തി കേന്ദ്രമാകുന്നു. അതോടൊപ്പം തന്നെ ലീഗ് മറ്റു ജില്ലകളിൽ നിന്ന് മാറിയാൽ ലീഗ് എങ്ങനെ അല്ലെങ്കിൽ ലീഗ് ആണ് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തിയായി മാറുന്നത്. കാരണം കോൺഗ്രസിന് ഒരുപക്ഷെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ കാസർഗോഡിനും ഒപ്പം തന്നെ മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളാണ് എക്കാലവും മത്സരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ലീഗ് തന്നെയാണ് വിജയിക്കുകയും ചെയ്തത്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അവരുടെ ഓരോ തവണ ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാക്കാൻ സ്വാഭാവികമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരം കേന്ദ്രങ്ങളിൽ കൂടുതലായി കോൺഗ്രസിന് ജയിച്ചു കയറാനായിട്ടില്ല. കോൺഗ്രസ് ജയിക്കുന്നത് സ്വാഭാവികമായും മലയോര മേഖലയിൽ കർഷകർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അതായത് വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ആ മേഖലകളിൽ കർഷകരാണ്, കുടിയേറ്റ കർഷകരാണ്. ആ മേഖലയിൽ കൂടുതലായി കോൺഗ്രസിന് ശക്തി കേന്ദ്രീകരിക്കാനും അവിടെ വിജയിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ മുന്നണിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെ ഏറ്റവും നിർണായകമായി പറയേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും ഒരു വളർച്ച എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരസഭാ പരിധിയിൽ എപ്പോഴും ലീഗിനാണ് അപ്രമാദിത്വമുള്ളത്. അവിടെ ലീഗിന്റെ കൂടുതലായി വളർച്ചയുണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത്തവണ BJP അവിടെ നോട്ടം വെക്കുന്നു എന്നുള്ളതാണ്. കാരണം വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വ്യാപ്തിയിൽ വോട്ട് ശേഖരിക്കാൻ തങ്ങൾക്കാകും. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇത്തവണ നഗരസഭയിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഓരോ തവണയും സീറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാക്കാൻ BJP സാധിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് ലീഗ് കണക്ക് കൂട്ടുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ചില വാർഡുകളുണ്ട്. അത് തിരിച്ചു പിടിക്കുക. അതോടൊപ്പം തന്നെ ഈ BJPയുടെ പോക്കറ്റുകളിൽ പോലും കയറി ചെന്ന് പ്രചരണം നടത്തുക. ചില വാർഡുകളിലും ചില സ്ഥലങ്ങളിലും ഒന്നും തന്നെ പ്രചരണത്തിന് പോലും ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനപ്പുറത്തേക്ക് പ്രചരണത്തിന് പോലും പോകാൻ സാധിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BJPക്ക് എക്കാലത്തും BJPയുടെ ഒപ്പം നിന്ന പഞ്ചായത്താണ് മധൂർ. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണസമിതിയിൽ തന്നെ ഉണ്ടാകുന്നു. ചില കൗൺസിലർമാർ രാജിയുടെ വക്കിൽ പോലും എത്തുന്നു. അവിടെ തിരിച്ച് കൊണ്ടുവരാൻ നേതൃത്വം തന്നെ ഇടപെടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യം വരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ ഇടപെടാത്ത ഒരു വിഷയം. അത്തരത്തിൽ ഈ മധൂർ പഞ്ചായത്തിനെ നോക്കിയാൽ ആ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അത് തങ്ങൾക്ക് ഗുണമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസും ഒപ്പം തന്നെ CPM ലക്ഷ്യമിടുന്നത്. അവിടെ ആ മേഖലയിൽ ലീഗിന് ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഗിന് മേൽക്കോയ്മ ഇല്ലാത്ത മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും ഒപ്പം തന്നെ CPM ആ മേഖലയിൽ കൂടുതലായി പ്രചരണം നടത്തുക എന്നുള്ളതാണ്. കാരണം മധൂർ പഞ്ചായത്തിൽ കൂടുതൽ സീറ്റ് നേടിയാൽ സ്വാഭാവികമായും അത് BJPക്ക് കനത്ത തിരിച്ചടിയാണ്. നേതൃത്വം അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവും. തദ്ദേശ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ BJPക്ക് വലിയ വളക്കൂറുള്ള സ്ഥലമാണ്. ഇപ്പം സരീഷ് പറഞ്ഞ പോലെ മധൂരിനെ പുറമെ വെള്ളൂരും കാറടുക്കയും ഒക്കെയും BJPക്ക് നിലവിൽ ഭരണമുണ്ട്. മധൂരിൽ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ വെള്ളൂരിലെയും കാറടുക്കയിലേക്കും അവസ്ഥ എന്താണ്? ഈ സ്വാഭാവികമായ വളർച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അപേക്ഷിച്ച് സ്വാഭാവികമായ ഒരു വളർച്ചയാണ് BJP അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ആധികാരികമാണ് എന്ന് പറയാനാവില്ല. കാരണം അവിടെ തൊട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ചില നറുക്കെടുപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യം പോലും ഒരു ഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്നതാണ്. മുൻപ് 2014 അവിശ്വാസ പ്രമേയത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ 2024 അവിശ്വാസം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുൻപത്തെ ഭരണസമിതിയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപക്ഷേ UDFനും BJPക്കും തുല്യത ഉള്ള ചില പഞ്ചായത്തുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇത്തവണ ആര് എന്നൊരു ചോദ്യം, അതിനൊരു മറുപടി പറയുക എന്നുള്ളത് സംശയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ വെള്ളൂർ ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ. വെള്ളൂരിൽ BJPയിൽ നിലവിൽ 8 സീറ്റുകൾ ഉണ്ട്. അവിടെ 3 സീറ്റാണ് LDFനുള്ളത്, സ്വതന്ത്ര 2 ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില പഞ്ചായത്തുകളിലെങ്കിലും SDPIയും ഒപ്പം തന്നെ സ്വതന്ത്രരും
അവർ ചില സ്ഥലങ്ങളിലൊക്കെ ഭരണമാർക്ക് എന്ന് നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രരെ കൂട്ടി നിർത്തി അല്ലെങ്കിൽ കൂടെ നിർത്തി പഞ്ചായത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ LDFും UDFും ചില പഞ്ചായത്തുകളിൽ നടത്തിയിട്ടുണ്ട്. സമാനമായി ചിലപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലും ഉണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വെള്ളൂരിൽ ആധികാരികമായ ഒരു ജയമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. പക്ഷേ ഇനി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം അത് ഉണ്ടാകും എന്നുള്ളൊരു അങ്ങനെ തന്നെയല്ലേ സരീഷ? കാരണം പ്രവചിക്കാൻ കഴിയുമോ ബദിയടുക്കയുടെ കാര്യം ഇപ്പോൾ? കാരണം ഇപ്പോൾ UDF ആണ് ഈ 2024 BJP നിന്ന് ഒരാൾ രാജിവെച്ച് കോൺഗ്രസിൽ പോയി, പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, BJPയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എത്തുന്നു, പിന്നീട് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് ഭരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഇത്തവണ എന്നുള്ളത്? ഫൈറ്റ് എന്നൊക്കെ പറയുന്നതിന് സമാനമായ ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ ഉള്ള ഈ വിമത പ്രശ്നം അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. മധൂറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ താഴേക്കിറങ്ങാനും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനും BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ പല പഞ്ചായത്തുകളിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരോടും ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇത്രത്തോളം ഒരു ഡാറ്റ കൃത്യമായി എടുത്തത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ചില ആത്മവിശ്വാസമുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നറുക്കെടുപ്പ് വന്നതിന് ശേഷം ചില വാർഡുകളിൽ ഈ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ചില ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ പരസ്യമായി അല്ലെങ്കിൽ കൂടുതലായി വാർഡുകളിൽ കേന്ദ്രീകരിക്കാത്ത ചില മെമ്പർമാരുണ്ട്. അവരെയൊക്കെ വീണ്ടും മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് BJPയുടെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ മത്സരിപ്പിക്കാതിരുന്നാൽ ചിലപ്പോൾ അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല, വാർഡുകളിൽ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ അടിത്തട്ടിൽ ആളുകളെ മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആണ് സ്വാഭാവികമായും അത്തരത്തിൽ ചില ആളുകളെങ്കിലും, അതായത് നിലവിലെ കൗൺസിലർ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറുപക്ഷത്ത് ചാടുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായും ആ വാർഡ് പോലും നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് അവിടെ ചില വാർഡുകളിൽ 50 അല്ലെങ്കിൽ 12 മുതൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമുക്ക് കേൾക്കുമ്പോൾ മഞ്ചേശ്വരത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ കുറച്ച് കൗതുകമാണ്. കാരണം പ്രസിഡന്റ് BJP പിന്തുണയുള്ള സ്വതന്ത്രൻ, വൈസ് പ്രസിഡന്റിലേക്ക് വരുമ്പോൾ ലീഗിന്റെ പിന്തുണയുള്ള സ്വതന്ത്രൻ. അപ്പോൾ മഞ്ചേശ്വരം കാറ്റ് ഇത്തവണ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയുമോ? മഞ്ചേശ്വരമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്ന്. കാരണം 6-6 എന്ന നിലയിലേക്ക് വരുന്നു. അവിടെ സ്വതന്ത്രരുടെ ഒരു പിന്തുണ. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ സ്വതന്ത്രൻ ആരാണ് എന്ന് നോക്കുന്നു. അവിടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും BJP ഈ സ്വതന്ത്രന്, അതായത് BJP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക്, വനിതയ്ക്ക് പിന്തുണ നൽകുന്നു. അതിലൂടെ അവർ ജയിച്ചു കയറുന്നു. പക്ഷേ തിരിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളെ പിന്തുണയ്ക്കാൻ BJP തയ്യാറായിരുന്നില്ല. പക്ഷെ അവിടെ അവർ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടയിൽ LDFും UDFും സ്വതന്ത്രരും മറ്റൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായി BJPയുടെ പിന്തുണയോടെയുള്ള സ്വതന്ത്രൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ലീഗിന്റെ പിന്തുണയോടെയുള്ള സ്വതന്ത്രൻ വൈസ് പ്രസിഡന്റുമാവുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിതരണവും ഒക്കെ അവിടെ വലിയ രീതിയിൽ വോട്ടെടുപ്പൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. കാരണം SDPIക്ക് ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലർ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്രൻ മറ്റൊരു സ്റ്റാൻഡിംഗ് കൗൺസിലറാണ്. ലീഗിനും ഒപ്പം തന്നെ BJPക്കും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമുണ്ട്. അങ്ങനെ വീതം വെക്കുക എന്നുള്ളത് കൃത്യമായി നടന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം. പക്ഷേ മഞ്ചേശ്വരത്ത് ഇപ്പോഴും BJP പ്രതീക്ഷ വയ്ക്കുന്നത് കൂടുതലായി അവർക്ക് ഇത്തവണ വോട്ട് ചേർക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ അവിടെ തിരിച്ചടിയായിട്ടുണ്ട്. അതോടൊപ്പം ഈ കോൺഗ്രസ് ചില ആളുകളെ മുന്നോട്ട് വയ്ക്കുകയും അതിനെ ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവിടെ ലീഗിനും തിരിച്ചടിയായിട്ടുണ്ട് എന്നൊക്കെ പ്രാദേശികമായി അവർ പറയുന്നുണ്ട്. പക്ഷെ ഇത്തവണ അവിടെ BJP കൃത്യമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് BJP നേതൃത്വം പറയുന്നത്. പക്ഷെ വാർഡുകളുടെ എണ്ണത്തിൽ അവിടെ പുതുതായി 4 വാർഡ് പുതുതായി വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ തങ്ങളുടെ കോട്ടയിലേക്കാണ് വാർഡുകൾ വരുന്നത് എന്നുള്ളതാണ് ലീഗ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് അപ്പോ കാസർഗോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയിൽ സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥയുമാണ്. ഇടത് വലത് മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങൾ, ഒപ്പം BJPക്ക് വളക്കൂറുള്ള മണ്ണ്. ഇക്കുറി കാര്യങ്ങൾ അനുകൂലമാണെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുമ്പോൾ ലീഗിന്റെ വാശിയേറിയ പ്രവർത്തനം വെല്ലുവിളിയാകുമോ?
വോട്ട് കൂട്ടി കൂടുതലിടങ്ങളിൽ അധികാരത്തിലെത്താമെന്ന വലിയ പ്രതീക്ഷയിലാണ് BJP. വടക്കൻ കേരളത്തിൽ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ണ് കൂടിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെയും പ്രവചനാതീതമാണ്. പവർ പഞ്ചായത്തിന്റെ ഈ കാസർഗോട്ടെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.